കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അത് ഖത്തറിലുള്ള ഇന്ത്യക്കാരോട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക എന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി പറഞ്ഞ ആ ഒരു വാർത്തയാണ്. എന്നാൽ നമ്മുടെ ഖത്തറിലുള്ള സുഹൃത്തുക്കൾ ഈ വാർത്ത കണ്ട ശേഷം അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾ നേരെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പോവുക, അതായത് ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ പോവുക. അതിനകത്ത് അവർ വ്യക്തമായി കൃത്യമായി എഴുതിയിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളെന്ന്. പുറത്തിറങ്ങരുത്, ജനാലയുടെ അടുത്ത് നിൽക്കരുത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അവർ അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് UAE-യിലെ ഇന്ത്യക്കാർക്കും മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം UAE-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ദയവ് ചെയ്ത് ഇത് അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇറാനെതിരായിട്ടുള്ള US ഇസ്രായേൽ ആക്രമണങ്ങളും അയൽ രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണവും കണക്കിലെടുത്ത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബിയിലെ, അതായത് UAE അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ഫോട്ടോകളോ വീഡിയോകളോ എടുക്കാൻ സംഭവ സ്ഥലങ്ങളിൽ പോകരുതെന്നും സംഭവങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത് എന്നുമാണ് എംബസി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്ന് ഒരു വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. കുവൈറ്റിൽ ഇത്തരത്തിൽ ഫോട്ടോകളും വീഡിയോകളും എടുത്ത് അത് കുവൈറ്റിലെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കിയ 3 കുവൈറ്റ് പൗരന്മാരെയാണ് അവർ ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ പുറത്തുവിട്ടത്. തുടർച്ചയായ 9ാം ദിവസമായി അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ്. തുടർച്ചയായ ഡ്രോണുകളും മിസൈലുകളും കാരണം ഇറാന്റെ സ്ഥിതി കൂടുതൽ വഷളായിട്ടുണ്ട്. അതേസമയം ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. UAE-യിലെ ഇന്ത്യൻ എംബസി വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി സംഭവം ക്യാമറയിൽ പകർത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. നിയന്ത്രിത പ്രദേശങ്ങളിലും വിമാനത്താവളങ്ങളിലും ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും അവർ നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനും നിയമങ്ങൾ കർശനമായി പാലിക്കാൻ എംബസി ഇന്ത്യക്കാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകുന്നു. ഇന്ത്യ ഇൻ UAE, അതായത് UAE-യിലെ ഇന്ത്യൻ എംബസിയുടെ ഒഫീഷ്യൽ എക്സ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഈ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് അഡ്വൈസറി ഫോർ ഇന്ത്യൻ നാഷണൽസ് ഇൻ ദ UAE എന്ന പേരിലാണ് കൃത്യമായി അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യൻ എംബസി പറയുന്നത് മുന്നറിയിപ്പ് മുഴങ്ങിയാൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക, മുന്നറിയിപ്പ് അവസാനിക്കുന്നതുവരെ നിങ്ങൾ അവിടെ തുടരുക, പുറത്തേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത്, ഫോട്ടോകളോ വീഡിയോകളോ എടുക്കാൻ ശ്രമിക്കരുത്, സംഭവം നടന്ന സ്ഥലത്തിന്റെ ഫോട്ടോകളോ വീഡിയോകളോ സോഷ്യൽ മീഡിയയിൽ പങ്കിടരുത്, സ്ഫോടനമോ മിസൈലോ മൂലമുണ്ടായ ഏതെങ്കിലും നാശനഷ്ടങ്ങളുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യരുത്, നിങ്ങളുടെ ചുറ്റും സ്ഫോടക വസ്തുക്കളോ സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെടുന്ന അധികാരികളെ അറിയിക്കുക. അതുവഴി പ്രദേശത്തെ സുരക്ഷിതമാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. സംശയാസ്പദമായ വസ്തുക്കളെ സമീപിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ എവിടെ നിന്നാലും പോയാലും വിമാനത്താവളത്തിനുള്ളിൽ ഫോട്ടോ എടുക്കുകയോ വീഡിയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യരുത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് UAE-യിൽ താമസിക്കുന്നവരോ ആ രാജ്യത്ത് നിന്ന് യാത്ര ചെയ്യുന്നവരോ ആയ എല്ലാ ഇന്ത്യക്കാരും UAE അധികൃതർ പുറപ്പെടുവിച്ച പ്രാദേശിക ക്രമസമാധാന പാലനവും സുരക്ഷാ ചട്ടങ്ങളും കർശനമായി പാലിക്കണമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.